ദി റിയൽ സോൾമേറ്റ്. രചന മൂസിന അൻസീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അപ്പൊ നന്ദ, നീ എന്നെ വിട്ട് വീണ്ടും പോവോ? അതെ കിച്ചേട്ടാ, എന്നെ ഇല്ലാതാക്കിയ ഒരു കിച്ചന്റെ മുമ്പിലിട്ടെന്ന് എനിക്ക് ചിലപ്പോൾ പോവേണ്ടി വരും. നന്ദയുടെ വാക്കേട്ടപ്പോൾ സങ്കടം കൊണ്ട് കിഷോറിന്റെ കണ്ണുകൾ നിറഞ്ഞു. വീണ്ടും ഒരു വിവാഹം കഴിക്കണമെന്ന് എനിക്ക് കിച്ചേട്ടനോട് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. അത് കിച്ചേട്ടന്റെ ഇഷ്ടം. ഒരു തുണ വേണം തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുക്കണം. നന്ദ പറയുന്നേട്ട് കിഷോർ നെറ്റി വിളിച്ചിട്ട് അവളെ നോക്കി. ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. നന്ദയുടെ ശൂന്യതയ്ക്ക് പകരം മറ്റൊരാൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ. കിഷോർ ആത്മകഥം പറഞ്ഞു. പിന്നെ കിച്ചേട്ടാ, ഇന്ന് ഡാഡി പറയാൻ ശരിയാ. അന്ന് രാത്രി മമ്മയുടെ തറവാട്ടിൽ വിനീതയുടെ കൂടെ കിടക്കാതെ മമ്മയുടെ കൂടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. മമ്മയെ കെട്ടിപ്പിടിച്ചാനാന്ന് ഉറങ്ങിയത്. പക്ഷേ ഞാനന്ന് അറിഞ്ഞില്ല കിച്ചേട്ടാ, ഇനി ഒരിക്കലും അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ലെന്ന്. വീണ്ടും അവളുടെ ഓർമ്മകൾ ആ തറവാട്ടിൽ അന്നത്തെ രാത്രിയിലേക്ക് എത്തിയിരുന്നു. മമ്മ, കുറേ നാളായില്ലേ നമ്മൾ ഒരുമിച്ച് ഉറങ്ങിയിട്ട്? അല്ലെങ്കിലും നിനക്ക് കിച്ചുമോനെ കിട്ടിയപ്പോ നമ്മളെയൊന്നും വേണ്ടല്ലോ. മമ്മ, ഞാൻ ചുമ്മാ പറഞ്ഞാടി. വീണ്ടും ഓരോന്ന് പറഞ്ഞ് നന്ദ അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മുതലേ നന്ദ കിച്ചുവിനെ മിസ് ചെയ്യാൻ തുടങ്ങി. ആനെ വിളിക്കാൻ ഫോൺ കയ്യിലെടുത്തപ്പോഴേക്കും കിച്ചുവിന്റെ വിളി വന്നിരുന്നു. സ്ക്രീനിൽ കിച്ചേട്ടനെന്ന് കണ്ടപ്പോൾ ആളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അതേ ചിരിയോടെ അവൾ കോൾ എടുത്തു. നന്ദ, അവിടെ ഇങ്ങനെ ഇഷ്ടമായോ? എനിക്ക് കിച്ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും. എന്റെ നന്ദക്കുടിയുടെ അടുത്തേക്ക് നാളെ ഞാൻ വരുമല്ലോ. പിന്നെ നന്ദ, പരിചയമില്ലാത്ത നാടാണ്, സൂക്ഷിക്കണേ മോളെ. ഐ ലവ് യു കിച്ചേട്ടാ. ലവ് യു ടു. രണ്ടുപേരും പിന്നെയും ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. നന്ദ, ഇനി കുറച്ച് സമയം വിളിച്ചായിട്ടില്ല കേട്ടോ, ഞാൻ മീറ്റിംഗിലായിരിക്കും. എന്തെങ്കിലും അർജന്റ് ഉണ്ടെങ്കിൽ ജിത്തുവിനെ വിളിച്ചാൽ മതി കേട്ടോ. ശരി ചേട്ടാ, എന്നാ വെക്കുവാണേ. വൈകുന്നേരം എല്ലാവരും ഉത്സവത്തിന് പോകാൻ റെഡിയായി. നന്ദ ദാവണിയിൽ ഒന്നുകൂടെ സുന്ദരിയായി. ആളൊരു സെൽഫി എടുത്ത് കിച്ചുവിന് അയച്ചു കൊടുത്തു. ഇന്ദുമതിയുടെ അമ്മയും അച്ഛനും സുഭദ്രയും വിനീതയും വിഷ്ണുവും നന്ദയും മുറ്റത്തേക്ക് ഇറങ്ങി. രാമകൃഷ്ണൻ ഒരു ബിസിനസ് ടൂറിലായതുകൊണ്ട് വന്നില്ലായിരുന്നു. സുഭദ്രയുടെ ഭർത്താവ് ആ സമയം നാട്ടിലായിരുന്നു. ആൾക്ക് ഇത്രയും സൗന്ദര്യം ആരിൽ നിന്ന് കിട്ടിയതാവും. ശരിക്കും ഒരു ദേവതയെ പോലുണ്ട്. നന്ദയെ അടിമുടി നോക്കിക്കൊണ്ട് സുഭദ്രയും വിനീതയും മനസ്സിൽ ഒരുപോലെ പിറുപിറുത്തു. വിഷ്ണു നന്ദയും നോക്കുകൂടി ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും കാറിൽ കയറാൻ കഴിയില്ലല്ലോ. മുത്തശ്ശ, ഞാൻ എൻ്റെ സ്കൂട്ടിയിൽ വരാം, വിനീത ചാടിക്കയറി പറഞ്ഞു. ആ, എന്നാ നിന്റെ കൂടെ നന്ദമോളെയും കൂട്ടിക്കോ. വിനീത വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ മൂളി. നന്ദമോളെ സൂക്ഷിക്കണേ. വിനീതയുടെ സ്കൂട്ടിയുടെ പുറകിൽ കയറുന്ന നന്ദയോട് ഇന്ദുമതി വിളിച്ചു പറഞ്ഞു. അതെന്താ നാത്തൂന് അങ്ങനെ ഒരു വർത്താനം? നാത്തൂന്റെ പറച്ചിലേട്ടാ തോന്നുമല്ലോ എന്റെ മോള് നിങ്ങളുടെ മോളെ കൊല്ലാൻ കൊണ്ടുപോവാണെന്ന്. സുഭദ്രയുടെ വാക്കുകൾ അറം പറ്റിയ പോലെ തന്നെ ആയിപ്പോയി. ഇല്ലായിരുത്തി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞില്ല. അവൾക്ക് സ്കൂട്ടിയിലൊന്നും കയറിയിട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് പറഞ്ഞ. ആ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി അതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. വിഷ്ണു, നീ വണ്ടി എടുക്ക്. മുത്തച്ഛന്റെ വാക്കേട്ട് വിഷ്ണു വേഗം വണ്ടിയെടുത്തു. അമ്പലത്തിന്റെ കുറച്ചകലെയായിട്ട് അവർക്ക് പാർക്കിംഗ് കിട്ടിയത്. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും വിനീതയും നന്ദയും അവിടെ എത്തിയിരുന്നു. എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നടന്നു. പോകുന്ന വഴിയിൽ ഉടനീളം വഴിയോര കച്ചവടക്കാരും ഡെക്കറേഷൻ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. നന്ദയ്ക്ക് അതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആളതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വിനീത അടുത്ത് കണ്ട ഒരു കടയിലേക്ക് കയറി കുപ്പിയോളകൾ നോക്കാൻ തുടങ്ങി. അതുകൊണ്ട് നന്ദി അവളുടെ കൂടെ കൂടി. രണ്ടുപേരും അവരുടെ ഡ്രസ്സിനിണങ്ങുന്ന കുപ്പിയോളകൾ വാങ്ങി വീണ്ടും മുന്നോട്ട് നടന്നു. ഓരോ കാഴ്ചയും നന്ദ അത്ഭുതത്തോടെ നോക്കി. നന്ദു, നിന്റെ ഫോണും തരുമോ? എനിക്ക് ഫോട്ടോ എടുക്കാനാ. നന്ദ ചിരിയോടെ തന്നെ വിനീതക്ക് ഫോൺ കൈമാറി. വിനീത കുറെ ഫോട്ടോസും വീഡിയോസും എടുത്തു. എന്നിട്ടും നിർത്താൻ ഭാവമില്ലാതെ അവൾ ആ പ്രവൃത്തി തുടർന്നു. വിനീത, ഫോണിൽ ചാർജ് കുറവാ, ഓഫായി പോയ കിച്ചേട്ടൻ വിളിച്ച് കിട്ടില്ല. മടിയോടെയാണ് നന്ദ പറഞ്ഞത്. അവളുടെ ഒരു കിച്ചേട്ടൻ എന്ന് മനസ്സിൽ വിനീത അസൂയോടെ പറഞ്ഞുകൊണ്ട് നന്ദ പറഞ്ഞൊന്നും കേൾക്കാത്ത ഭാഗത്തിൽ വിനീത വാശിയോടെ മണിക്കൂറുകളോളം ഫോട്ടോസും വീഡിയോസും എടുത്തു. എൻ്റെ കയ്യിലും ഫോണൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പാവങ്ങളായതുകൊണ്ട് നിന്നെ പോലെ ഐഫോൺ അല്ല, അതുകൊണ്ട് വാങ്ങിപ്പോയതാ. നിന്റെ ഫോൺ നീ തന്നെ വെച്ചോ. അതും പറഞ്ഞു പോകുന്ന വിനീതയെ നന്ദ ചിരിയോടെ നോക്കി നിന്നു. അച്ഛാ, എന്തു പറ്റി അച്ഛാ? പരിഭ്രാന്തിയോടെ ഇന്ദുമതി പറയുന്നിട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ഇന്ദുമതിയുടെ അച്ഛൻ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന എല്ലാവരും കാണുന്നത്. ആ, ഇന്ന് പതിവില്ലാതെ കുറെ നടന്നുകൊണ്ടാവും. വാച്ച, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഏയ്, അത്രയ്ക്കൊന്നുമില്ല മോനെ. വിഷ്ണു, എന്നെ വീട്ടിൽ കൊണ്ടുവിട്ട് മോൻ ഇങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ തനിച്ചു പോയണ്ട, ഞാനും അമ്മയും വരാം. ഇന്ദുമതി പറഞ്ഞു. എനിക്കും കാല് നല്ലപോലെ വേദനിക്കുന്നുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെ വരാം. സുഭദ്രയും പോവാനൊരുങ്ങി. അമ്മേ, നമ്മളിങ്ങോട്ടിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ, ഞാനിപ്പോ ഒന്നും വരില്ല. വിനീത അവളുടെ അമ്മയോട് പതിയെ പറഞ്ഞു. സുഭദ്രയെ, നീ വന്നാൽ കുട്ടികൾ തനിച്ചാവില്ലേ? അവര് കുറച്ച് കഴിഞ്ഞ് വരട്ടെ. വിനീതയുടെ എല്ലാ വാശിയും കൂട്ടിൽക്കുന്ന സുഭദ്ര എന്ന അമ്മ അതും പറഞ്ഞ് വിഷ്ണുവിന്റെ കൂടെ മുന്നോട്ട് നടന്നു. ഇന്ദുവിന്റെ അച്ഛനെയും പിടിച്ച് അമ്മയും നടന്നു തുടങ്ങി. മക്കളി രണ്ടാളും പെട്ടെന്ന് വരണേ, അധികം വൈകിക്കേണ്ട കേട്ടോ. ഇന്ദുമതി നന്ദയും വിനീതയും നോക്കി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ട് തന്റെ അച്ഛനെയും അമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നടന്നു. കുറച്ച് സമയത്തിന് ശേഷം വിനീത, നമുക്ക് പോവാം, കുറച്ചുകൂടി കഴിയട്ടെ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയില്ലേ? എന്തായാലും കുറച്ച് സമയം കൂടി കഴിയട്ടെ.
കുറച്ചു സമയത്തിന് ശേഷം നന്ദ വീണ്ടും വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിനീതയോട് പറഞ്ഞു. ആ എന്നാ പോവാ. വിനീത വലിയ താല്പര്യമില്ലാതെ മറുപടി എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. രണ്ടുപേരും സ്കൂളിൽ കയറി കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ചാറ്റൽ മഴ തുടങ്ങി. ടൗണിൽ എത്തിയപ്പോഴേക്കും മഴ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അടുത്തുള്ള ഒരു കടയുടെ അടുത്ത് സ്കൂട്ടി പാർക്ക് ചെയ്ത് അവിടെ കയറി നിന്നു. സമയം കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഈ മഴ കണ്ടിട്ട് ഇപ്പോഴും ഞാൻ നിൽക്കാൻ തോന്നില്ല. നന്ദു നീ വരുന്നുണ്ട് വാ. വിനീത നമുക്ക് കുറച്ചേരം കൂടി നോക്കിയിട്ട് മഴ കുറഞ്ഞിട്ട് പോയാൽ പോരെ. നമ്മുടെ നാടിനെ കുറിച്ച് എനിക്ക് അറിയാത്തോണ്ടാ ഈ സമയത്തൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. നീ വാ കയറാൻ നോക്ക്. സ്കൂട്ടിൽ കയറിക്കൊണ്ട് വിനീത പറഞ്ഞു. നന്ദു പുറത്തേക്ക് നോക്കി. മഴ ശക്തിയിൽ പെയ്യുന്നുണ്ട്. വിനീത നമുക്ക് വീട്ടിൽ വിളിച്ച് വിഷ്ണുവേട്ടനോട് നമ്മൾ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞാലോ? പിന്നെ എൻ്റെ ഏട്ടൻ നിന്റെ വേലക്കാരനാണല്ലോ. നിനക്ക് കല്യാണം കഴിക്കാൻ എൻ്റെ ഏട്ടന് വേണ്ട. ഒരാവശ്യം വന്നപ്പോൾ നിനക്ക് എൻ്റെ ഏട്ടന് വേണം അല്ലേ? വിനീത മനസ്സിലായി പറഞ്ഞു. അപ്പോഴാണ് നന്ദയുടെ ഫോൺ റിങ് ചെയ്ത്. ബാഗിൽ നിന്ന് അവൾ ഫോൺ കയ്യിലെടുത്തു. കീച്ചേട്ടനാ? അതും പറഞ്ഞ് നന്ദ ചിരിയോട് അല്പം മാറി അവന്റെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ കീച്ചേട്ടാ. ഹലോ ഹലോ കീച്ചേട്ട കേൾക്കുന്നില്ലേ? എന്നാൽ ഇതേ സമയം വിനീത കുടിലതയോട് അവളെ നോക്കി. അവളുടെ ഒരു കീച്ചേട്ടൻ. നിനക്കും നിന്റെ വീട്ടുകാർക്ക് എൻ്റെ ഏട്ടൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ ലോഡ് പുച്ഛായിരുന്നില്ലേ? അതിനുള്ളൊരു ചെറിയ ശിക്ഷയെ വിനീത നിനക്ക് തരാൻ പോവാ എന്നും പറഞ്ഞ് വിനീത സ്കൂട്ടി മെല്ലെ തള്ളി നന്ദ കേൾക്കില്ലെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീ. അപ്പോഴും വിനീതയുടെ ചുണ്ടിലൊരു ക്രൂരമായ ചിരി ഉണ്ടായിരുന്നു. വിദേശത്ത് പഠിച്ചവൾ നമ്മുടെ നാട്ടിലെ അവസ്ഥയും നാടൊക്കെ ഒന്ന് ശരിക്കറിയട്ടെ. വിനീത അത് മനസ്സിൽ ചിന്തിച്ച് സ്കൂട്ടിയുടെ വേഗത കൂട്ടി. നന്ദക്ക് കിഷോർ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കിഷോറിന് നന്ദ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. നന്ദ ഫോൺ കട്ട് ചെയ്ത് കിഷോറിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയവേ ആളുടെ ഫോൺ ബാറ്ററി ലോ ആയത് കാരണം സ്വിച്ച് ഓഫ് ആയി പോയിരുന്നു. അയ്യോ ഇത് ഓഫായി പോയല്ലോ. ആ വിനീതയോട് ഞാൻ അപ്പഴേ പറഞ്ഞ ഫോണിൽ ചാർജില്ലെന്ന്. സ്വയം പറഞ്ഞുകൊണ്ട് അവൾ വിനീതയെ തിരിഞ്ഞു നോക്കി. അവളുടെ ശൂന്യമായിരുന്നു. എന്റെ കൃഷ്ണ ഇവിടുത്തെ എവിടെ പോയി? അവൾ ചുറ്റും വിനീതായെന്ന് വിളിച്ചുകൊണ്ട് പരതി. അയ്യോ എനിക്ക് കിച്ചേന്റെ ഫോൺ വന്ന് നീ മഴയുടെ ശബ്ദം കൊണ്ട് വിനീത കേട്ട് കാണില്ലേ? ഞാൻ പുറകിലുണ്ട് നീതി വണ്ടി എടുത്ത് പോയതായിരിക്കോ? മിക്കവാറും അങ്ങനെ തന്നെയാവും. എന്നെ കൂടാതെ അല്ലെങ്കിൽ അവൾ പോയില്ലല്ലോ. പാവം നന്ദ. വിനീത മനഃപൂർവ്വം അങ്ങനെ ചെയ്താണെന്ന് അവളുണ്ടോ അറിയുന്നു. നന്ദ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് നോക്കി. മഴ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ അവൾക്ക് ഭയം തോന്നി. അവൾ കയറിയുന്ന കടകൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് മാത്രമേ വെളിച്ചമുള്ളൂ. കുറച്ച് ദൂരെ നല്ല വെളിച്ചം കാണുന്നുണ്ട്. അവിടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. അവൾ മഴയെ വകവെക്കാതെ റോഡിലേക്ക് ഇറങ്ങി. വരുന്ന വാഹനങ്ങളെല്ലാം നന്ദ കൈകാട്ടി. പക്ഷെ ഒന്നുപോലും നിർത്തിയില്ല. ആ മഴയിൽ അവൾ നനഞ്ഞു കുതിർന്നു. അവൾ ആ വെളിച്ചമുള്ള ഭാഗത്തേക്ക് നടന്നു. അല്ല, അവൾ ഓടുകയായിരുന്നു. ആ കടയുടെ മുന്നിലെത്തിയപ്പോൾ അവൾക്ക് ഇത്തിരി ആശ്വാസം തോന്നി. ശരീരം വെട്ടിവിറക്കുന്ന പോലെ തോന്നിയ നിമിഷം നന്ദ അവളുടെ വസ്ത്രത്തിലേക്ക് നോക്കി. ധാവണിയുടെ ഷോളൊക്കെ സ്ഥാനം മാറി ദേഹത്തോട് കൂടുതൽ ഒട്ടിക്കിടക്കുന്നുണ്ട്. അവൾ വേഗത്തിൽ അതൊക്കെ നേരെ ഇട്ടു. അവൾ അല്പം താഴ്ന്ന് ധാവണിയുടെ പാവാടയൊന്ന് പിഴിഞ്ഞ് ചെറുതായി ഒന്ന് കുടഞ്ഞു. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയില്ലേ? എന്നാലും കുറച്ച് സമയം കഴിയട്ടെ. കുറച്ച് സമയത്തിന് ശേഷം നന്ദ വീണ്ടും വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിനീതയോട് പറഞ്ഞു. അതേസമയം നന്ദയുടെ ഫോണിൽ തുടരെ വിളിക്കുകയായിരുന്നു ഇന്ദുമതി. അതിൽ വിളിച്ച് സ്വിച്ച് ഓഫ് ആണെന്ന് കേട്ടപ്പോൾ അവർ ആദ്യയോടെ വിനീതയുടെ നമ്പറിലേക്ക് വിളിച്ചു. ആ ഫോണും സ്വിച്ച് ഓഫ് ആണെന്ന് കേട്ടപ്പോൾ ആ അമ്മ മനസ്സ് നല്ലപോലെ ഭയപ്പെട്ടു. ക്ഷേത്രത്തിൽ നിന്ന് മുത്തശ്ശനെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ മുത്തശ്ശന് വലിവ് കൂടിയിരുന്നു. മുത്തശ്ശന്റെ ആ അവസ്ഥ കണ്ട് എല്ലാവരും ഒരു നിമിഷം ഭയപ്പെട്ടു പോയി. വിഷ്ണുമോനെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇന്ദുമതി അങ്ങനെ പറഞ്ഞപ്പോൾ വിഷ്ണു വേഗം വണ്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവിടെ എത്തി ഡോക്ടർ മുത്തശ്ശനെ പരിശോധിച്ചു. അവിടെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറെ നേരം ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് സുഭദ്ര പിറുവിറിക്കാൻ തുടങ്ങിയിരുന്നു. ആ കിളവന് വയ്യാണ്ടാവാൻ കേട്ട സമയം വീട്ടിലെത്തിനാണെങ്കിൽ ഇവരുടെ കൂടെ എനിക്ക് വരേണ്ടി വരികയായിരുന്നില്ല. മനസ്സിലാത്രയും പറഞ്ഞുകൊണ്ട് സുഭദ്ര ഇന്ദുവിന്റെ അടുത്തായി നിൽക്കുന്ന വിഷ്ണുവിന്റെ അടുത്തേക്ക് നടന്നു. വിഷ്ണു എന്നെ നീ ഒന്ന് വീട്ടിൽ കൊണ്ട് വിട്, എനിക്ക് ഒട്ടും വയ്യ. നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടറോട് പറയാം. അതാവുമ്പോൾ നമുക്കൊരു സമ്മാനം കിട്ടുമല്ലോ. എന്താടാ ചെറുക്ക നിനക്ക് ഈടായിട്ട് എന്നോട് ഇത്ര ദേഷ്യം? ഓ നന്ദുവിനെ കിട്ടാത്ത ദേഷ്യം നീ എന്നോട് കാണിക്കായിരിക്കും അല്ലേ? സുഭദ്ര പറയുന്ന ഇന്ദു നല്ലപോലെ കേട്ടിരുന്നു. വിഷ്ണു ചുറ്റും നോക്കി. ഇന്ദുമതി ആ കേട്ടിരുന്ന അവരുടെ മുഖഭാഗത്തിൽ നിന്ന് വിഷ്ണുവിന് മനസ്സിലായി. അമ്മ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അമ്മ ഇങ്ങോട്ട് വന്നേ. വീണ്ടും എന്തോ പറയാമെന്ന് സുഭദ്രയുടെ കൈയും പിടിച്ചുകൊണ്ടാവും മുന്നോട്ട് നടന്നു. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വീട്ടിലേക്ക് പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുവിടാം. ഞാൻ മുത്തശ്ശിയോട് ഇന്ദു ആന്റിയോട് ഒന്ന് പറഞ്ഞിട്ട് വരാം. മുത്തശ്ശി, ഞാൻ അമ്മയെ വീട്ടിലൊന്ന് കൊണ്ടിട്ടിട്ട് വരാം. മുത്തശ്ശി അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു. സുഭദ്ര നേരത്തെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വിഷ്ണുവിന് നന്ദയുടെ അമ്മയുടെ മുഖത്ത് നോക്കാൻ മടി തോന്നി. അതുകൊണ്ട് തന്നെ അവൻ അവരെ നോക്കാതെ നടന്നു നീങ്ങി. അപ്പോഴേക്കും ഒരു നേഴ്സ് അവിടേക്ക് വന്നുകൊണ്ട് ഡോക്ടർ പേഷ്യന്റ് കൂടെ വന്നവർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ മുത്തശ്ശിനെ അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ തിരക്കുകളിൽ നിന്നൊന്ന് മാറിയതിനു ശേഷമാണ് നന്ദയും വിനീതയും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടാവുമെന്ന ഓർമ്മ ഇന്ദുമതിക്ക് വന്നത്. ആ ഒരു വേഗം വാലറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നന്ദയെയും അവൾ കിട്ടാത്തതിന് വിനീതയും മാറി മാറി വിളിച്ചു. എന്റെ ഭഗവതിയെ, കുട്ടികളെ രണ്ടാളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ആരെയൊന്ന് വിളിക്കുക. അപ്പോഴാണ് ഇന്ദുമതിക്ക് വീട്ടിലേക്ക് പോയ സുഭദ്രയും വിഷ്ണുവിനെയും ഓർമ്മ വന്നു. ഇന്ദു വിഷ്ണുവിന്റെ നമ്പർ ഡയൽ ചെയ്തു. അതേസമയം നന്ദ അടുത്തുള്ള ഒരു കടയിലേക്ക് കയറി. കിഡ്സിന്റെ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ കടയായിരുന്നത്. അവിടെ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കുന്ന ഒരു 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? അയാൾ അവളെ അടിമുടി നോക്കി. കുട്ടിയേതാ? എന്താ വേണ്ടത്?
ആ ചേട്ടാ എൻ്റെ ഫോൺ ഓഫായി. ചേട്ടന് ഫോൺ തരുമോ? വീട്ടിലെ അമ്മയെന്ന് വിളിക്കാൻ വേണ്ടിയാ. ഫോണൊക്കെ തരാം. ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ഡ്രസ്സ് ഇവിടെ ഉണ്ട്. മോൾക്കൊന്നും വേണ്ടേ? ഇപ്പൊ വേണ്ടേട്ടാ, എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. അതെയോ? എന്നാ ഞാൻ കുട്ടികളെ ഉണ്ടാക്കി തരട്ടെ. ഈ രാജന് അതൊക്കെ നന്നായിട്ട് അറിയാന്നേ. നമുക്കൊരു കൈ നോക്കിയാലോ? അയാൾ ഭക്ഷണത്തോടെ അവൾക്കടുത്ത് നിന്നുകൊണ്ട് അവളെ നായച്ച് ഊഴി നോക്കിക്കൊണ്ട് പറഞ്ഞു. തിരിഞ്ഞോടാൻ നിന്ന് നന്ദയുടെ കൈ രാജൻ മുറുക്കെ പിടിച്ചു. നന്ദൻ രാജന്റെ കവിളിൽ ആഞ്ഞു തള്ളിക്കൊണ്ട് അയാളെ തള്ളി മാറ്റി മുന്നോട്ട് ഓടി. ഭയത്തോടെ ഓടുമ്പോൾ അവളെ നോക്കി കുറുമ്പ് കാണിക്കുന്ന അവളെ കാണുമ്പോൾ മാത്രം തിളങ്ങുന്ന ആ കാപ്പിക്കണ്ണുകൾ അവളുടെ ഓർമ്മയിലേക്ക് എത്തി. അതോർക്കും തോറും അവന്റെ കൂടെ ഇനിയും ജീവിക്കാനുള്ള കൊതിയോടെ അവൾ ഓട്ടത്തിന്റെ വേഗത കൂട്ടി. അവളുടെ കിച്ചേട്ടനൊന്ന് വേഗത്തിൽ ഇവിടെ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയെങ്കിലെന്ന് അവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അപ്പോഴെല്ലാം അവളെയും ഓർത്ത് അവന്റെ ഹൃദയവും പിടയുന്നുണ്ടായിരുന്നു. ഹൃദയം അതിന്റെ പാതിയെ നഷ്ടപ്പെടുന്നതിന്റെ അസ്വസ്ഥതകൾ അവനെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഹലോ വിഷ്ണുമോനെ, നീ എവിടെയാ? ഞങ്ങളിപ്പോ വീട്ടിലെത്തിയിട്ടുള്ളൂ. എന്തുപറ്റി ആന്റി? ഇന്ദുവിന്റെ ശബ്ദത്തിലെ വേവലായി തിരിച്ചറിഞ്ഞോണ്ടാണ് വിഷ്ണു അങ്ങനെ ചോദിച്ചത്. നന്ദു വിനീതെ വീട്ടിലെത്തിയോ? ഇന്ദു അത് ചോദിക്കുമ്പോഴാണ് അവരെ കുറിച്ച് വിഷ്ണു ഓർക്കുന്നത്. മഴയുടെ ശക്തി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അവൻ കാറിൽ നിന്നിറങ്ങി അവിടെ തറവാടിന്റെ മുറ്റത്തേക്ക് നോക്കി. പുറത്തു പോകുമ്പോൾ ഇട്ടുവെച്ച വെളിച്ചം മാത്രമേ ഉള്ളൂ. തറവാടിന്റെ അകത്തൊക്കെ ഇരുട്ടാണ്. അപ്പൊ അവരെ എത്തിയിട്ടില്ലെന്ന് അവൻ ഓർത്തു. വിഷ്ണു, നീ എന്തൊന്നും പറയാത്ത? അവരവിടെ എത്തിയോ? ഇല്ല ആന്റി, അവരെത്തിയിട്ടില്ല. ചതിച്ചു എന്റെ പകുതിയെ. രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ ഓഫാണെന്നാ പറയുന്നത്. ഈ പെരുമഴത്തിന്റെ കുട്ടികള്. ആന്റി കരയില്ല, ഞാൻ ഒന്ന് പോയി നോട്ടെ. കിഷോറിന് നോയിക്കൊണ്ട് നന്ദ അന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളിലൂടെ അവന് സഞ്ചരിക്കുകയായിരുന്നു. ഓരോന്ന് ഓർക്കുമ്പോൾ അവന് ദേഷ്യം ആളിക്കത്തുന്നുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.